ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ. അങ്ങനെ നമ്മുടെ സച്ചി മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രേവതിക്ക് വളരെയധികം ഹാപ്പി ആവുകയാണ്. അങ്ങനെ രേവതി ആണെങ്കിൽ സച്ചിയുടെ കയ്യും പിടിച്ചിട്ട് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ സച്ചിക്ക് കൈ വേദനിക്കുകയാണ്. കൈ വിട് രേവതി എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് കൊതറി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുകയാണ്, നിങ്ങളുടെ അനിയൻ്റെ ഫംഗ്ഷൻ അവിടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണി കണ്ട കള്ളുകൂടിൻ്റെ ഒപ്പൊക്കെ അങ്ങനെ നടക്കാനില്ലേ എന്ന് പറയുന്നു. അപ്പോൾ സച്ചി പറയണം, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് പറയുമ്പോൾ രേവതി പറയണം, നല്ലൊരു മനുഷ്യൻ, അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ട് ഒരു കള്ള ലക്ഷണം എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ടല്ലേ കൂട്ട് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേട്ട സച്ചിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രേവതിയോട് പറയുകയാണ്, എനിക്കുള്ള വിവരമൊക്കെ എനിക്കുണ്ട്, ആരൊപ്പം കൂട്ട് കൂടണം ആരൊപ്പം കൂട്ട് കൂടാതിരിക്കണം എന്നുള്ളൊക്കെ വിവരം എനിക്കുണ്ട്, നീ എന്നെ ഉപദേശിക്കാൻ പോരുമെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അങ്ങോട്ട് രേവതിയോട് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീടാണെങ്കിൽ രേവതിയും സച്ചിയും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നോടാ സച്ചി എന്ന് ചോദിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അപ്പോൾ രവിയേട്ടൻ പറയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സച്ചി? ഇല്ല അച്ഛാന്ന് പറയണം. അപ്പോൾ രേവതിയും പറഞ്ഞേ ഇല്ല അച്ഛാ, ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയണം. പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിനാണ്. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, നീ എങ്ങോട്ടാ എന്നെ കാണുമ്പോൾ ഓടാൻ നിൽക്കണത്? നിൻ്റെ മുഖം കണ്ടാൽ അറിയാലോ, തീയിൽ ചവിട്ടി നിൽക്കണ പോലെയാണല്ലോ നിൻ്റെ ഒരു നിപ്പ്. എന്താണ് നിൻ്റെ അച്ഛൻ വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, അത് പിന്നെ ഫോണിൽ കിട്ടിയില്ല. ഫോണിൽ കിട്ടിയില്ല, നിൻ്റെ അച്ഛന് ട്രെയിൻ കിട്ടിയില്ല, പ്ലെയിൻ കിട്ടിയില്ല, ഈ ഒരു കാരണങ്ങൾ മാത്രം പറയാനല്ലേ നിനക്ക് പറ്റത്തുള്ളൂ. നിൻ്റെ അച്ഛനെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ഡോസ് കൊടുക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ ശ്രുതിയുടെ കാരണങ്ങൾ കേട്ട് ചന്ദ്രമതിക്ക് തലയ്ക്ക് പ്രാന്തായി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.